ജയ്ജൂസ് ഹോം വീഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാ വീടുകളിലും അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഉപകരണമാണ്. ഇതിനെ ഒരു ഉപകരണമെന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും നമുക്കങ്ങ് വിളിച്ചേക്കാം. നമുക്ക് ജലദോഷമോ കഫക്കെട്ടോ തുടങ്ങിയ അസ്വസ്ഥതകൾ വരുമ്പോൾ നാം എന്താണ് ചെയ്യുക? ആവി പിടിക്കുകയാണ് മിക്കവരും ചെയ്യുന്നത്. ഏത് ചികിത്സാരീതിയാണ് നാം ഉപയോഗിക്കുന്നതെങ്കിലും അവയിലെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു രീതിയാണിത്. അതുകൂടാതെ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി മുഖത്ത് ആവി പിടിക്കുന്നവരെയും നാം കാണാറുണ്ട്. ഇങ്ങനെ ആവി പിടിക്കുവാനായി ഇന്ന് പലതരം ഉപകരണങ്ങളും മാർക്കറ്റിൽ ലഭ്യമാണ്. അവയിൽ ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്നവയുണ്ട്, ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നവയുണ്ട്, വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു ഉപയോഗിക്കുന്നവയുണ്ട്. അങ്ങനെ പലതരം അനവധി വെറൈറ്റികളുണ്ട്. ഇവയിൽ ഒരെണ്ണമെങ്കിലും വാങ്ങി ഉപയോഗിച്ചിട്ടില്ലാത്തവർ നമ്മുടെ ഇടയിൽ കുറവായിരിക്കും. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ഉപകരണം നമ്മുടെ വീടുകളിൽ തന്നെ കാണാൻ സാധ്യതയുള്ള ചില സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഒന്നാണ്. കൂടാതെ വളരെ സിമ്പിളായി നമ്മുടെ വീട്ടിലെ ആർക്കും ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതുമായ ഒന്നാണിത്. ഞാൻ സ്വന്തമായി ഉണ്ടാക്കി ഉപയോഗിക്കുന്ന ഒരു ഫേസ് സ്റ്റീമറാണ് ഈ കാണുന്നത്. ഒരു പ്രഷർ കുക്കറും ഇൻഡക്ഷൻ കുക്കറും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആവി പിടിക്കുന്നത്. ഈ പ്രഷർ കുക്കർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിപ്പിക്കാം. ഗ്യാസിലോ അടുപ്പിലോ എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിപ്പിക്കാം. ഇതിൻ്റെ പ്രത്യേകതകൾ പലതാണ്. ഒന്നാമത്തേത്, നമുക്ക് നിന്നുകൊണ്ട് തന്നെ ആവി പിടിക്കാൻ കഴിയും എന്നതാണ്. ഇതിൻ്റെ നോസിൽ നമുക്ക് ഏത് ദിശയിലേക്കും തിരിച്ചു വയ്ക്കുവാനും കഴിയും. മറ്റൊരു പ്രത്യേകത, നമുക്ക് സ്വതന്ത്രമായി തിരിയുവാനും നെഞ്ചിൻ്റെ ഭാഗത്തും പുറത്തും അങ്ങനെ എവിടെ വേണമെങ്കിലും ആവി പിടിക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. സാധാരണയായി ചെറിയ കുട്ടികൾക്ക് ആവി പിടിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ, കാരണം അവർ അടങ്ങിയിരിക്കില്ല. എന്നാൽ ഈ ഉപകരണം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവരെ എടുത്തു പിടിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ആവി കൊള്ളിക്കുവാൻ കഴിയും. ഇനി ഈ സ്റ്റീമർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 19 മില്ലിമീറ്റർ, അതായത് 3/4 ഇഞ്ചിൻ്റെ ഒരു അലുമിനിയം പൈപ്പാണ്. ഇത് മാർക്ക് ചെയ്ത് 16 ഇഞ്ച് നീളത്തിൽ മുറിക്കുന്നു. അതിനുശേഷം ഒരറ്റത്ത് നിന്നും 7 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുന്നു. അവിടെ 10 മില്ലിമീറ്ററിൻ്റെ ഒരു ഹോൾ ഡ്രിൽ ചെയ്യുന്നു. പ്രഷർ കുക്കറിൻ്റെ നോസിൽ സാധാരണ 9.5 മില്ലിമീറ്ററാണ്. ഇതിനേക്കാൾ കുറച്ച് വലുതാവാൻ വേണ്ടിയാണ് 10 മില്ലിമീറ്റർ ഉപയോഗിക്കുന്നത്. പല സ്റ്റെപ്പുകളായിട്ടാണ് ഇത് ഡ്രിൽ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഹോളിൻ്റെ വക്കുകൾ നാം ക്ലീൻ ചെയ്യുന്നു. ഷാർപ്പായിട്ടുള്ള എഡ്ജുകളെല്ലാം തന്നെ സ്മൂത്താക്കണം. കൈകൾ മുറിയാതെ വളരെ സൂക്ഷിച്ചു വേണം ഇതൊക്കെ ചെയ്യാൻ. പൈപ്പിൻ്റെ എല്ലാ വശങ്ങളും മിനുസമാക്കുക. ഇനി ഈ പൈപ്പിൻ്റെ ഒരു വശം, അതായത് നീളം കൂടിയ വശം, ഒരു പ്ലഗ് ഉപയോഗിച്ചിട്ട് അടയ്ക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കോപ്പറിൻ്റെ എൻ ക്യാപ്പാണ്. പൈപ്പിൻ്റെ ഉൾവശത്ത് ടൈറ്റായി ഉറപ്പിക്കുകയാണ് വേണ്ടത്. ഈ പ്ലഗ് കുറച്ച് ലൂസായതിനാൽ ഞാൻ ടെഫ്ലോൺ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഉറപ്പിക്കുന്നത്. ഈ ടെഫ്ലോൺ ടേപ്പ് വളരെ ഉയർന്ന ചൂടിലും കേടാവില്ല കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയ ഫേസ് സ്റ്റീമർ. ഒത്തിരി സിമ്പിളായ ഒരു ഉപകരണമാണിത്. ഉണ്ടാക്കുവാനും ഉപയോഗിക്കുവാനും വളരെ എളുപ്പമാണ്. എല്ലാവരും ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി ഉപയോഗിക്കുക. സ്വന്തമായി ഉണ്ടാക്കുവാൻ സാധിക്കാത്തവരാണെങ്കിൽ പരിചയമുള്ള ആരെക്കൊണ്ടെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കിക്കുക. എല്ലാ വീടുകളിലും അത്യാവശ്യമായി തന്നെ വേണ്ട ഒന്നാണിത്. എല്ലാവർക്കും ഈ വീഡിയോയും ആവി പിടിക്കാനുള്ള ഈ ഉപകരണവും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒത്തിരി ഉപകാരമുള്ള ഒന്നാണിത്.
നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോകളെ പറ്റി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇനിയും ഇതുപോലെ ഉപകാരപ്രദവും പുതുമയുള്ളതുമായ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.